അച്ഛൻ എപ്പോ വന്നു? ഓ മഹാഭാഗ്യം. ഇപ്പോഴെങ്കിലും നിന്റെ ശബ്ദം ഒന്ന് കേട്ടല്ലോ. അവൻ ഇച്ചിരി മീൻകുളം പോട്. അമ്മേ, ചോറ് ഇത്തിരി കൂടുതൽ വിളമ്പിക്കോ. മൂപ്പർക്ക് നല്ല ക്ഷീണം കാണും. അമ്മേ, നീ കഴിച്ചു കഴിഞ്ഞില്ലേ? എണീറ്റേ. മോനെ, ഒരു തേർതലാകുമ്പോ എന്താണ് പറയാ, ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോ ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോക്കും. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. എനിക്ക് ചോറ് വേണ്ട. അവിടെ ഇരിക്കടാ. ഇരിക്കും മോനെ. പ്രകാശ. ഇല്ലച്ചാ, ഞാനൊന്നും മിണ്ടുന്നില്ലേ. ആരും അത്ര നകളിക്കൊന്നും വേണ്ട. IMF-കാർ നമ്മളെയൊക്കെ ഇപ്പൊ അറസ്റ്റ് ചെയ്യാൻ വരും. എന്തിന്? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നമ്മുടെയൊക്കെ തല എണ്ണി കടം വാങ്ങിച്ചിരിക്കല്ലേ അച്ഛാ? അച്ഛാ, ഇവിടെ ആരും ആരെയും അറസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. IMF-കാർക്ക് ഞങ്ങൾ കൃത്യമായിട്ട് പലിശ കൊടുക്കുന്നുണ്ടല്ലോ. അതിന് ടൺ കണക്കിന് സ്വർണം വിദേശത്ത് കൊണ്ടുപോയി പണയം വെച്ചില്ലേ? അതില് ഭരണഘടനാ വിരുദ്ധമായിട്ട് ഒന്നുമില്ലല്ലോ. ഇത്ര സ്വർണം വിദേശത്ത് നിക്ഷേപിക്കാമെന്ന് വ്യവസ്ഥയുണ്ട്. വ്യവസ്ഥ ഇങ്ങനെ പോയാൽ നാളെ നമ്മുടെ പാവപ്പെട്ട സഹോദരിമാർക്ക് കല്യാണം കഴിക്കാനും കഴുത്തിലണിയാനും ആഭരണങ്ങൾക്ക് വിദേശത്ത് പോകേണ്ടി വരുമല്ലോ. അച്ഛാ, അങ്ങനെ നിർബന്ധമുള്ളവർ പോയി മേടിക്കട്ടെ. പിന്നെ രൂപയുടെ മൂല്യം കുറച്ചത് കാരണം ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അതറിയോ അച്ഛന്? ഞാൻ കേട്ടു. അച്ഛാ, മൂല്യം കുറച്ച് നല്ലതിനാ. അതിനനുസരിച്ച് ഇവിടെ ഡോളർ കുന്നുകൂടും, വ്യവസായശാലകൾ ഉയരും. 5 വർഷം കൊണ്ട് നമ്മുടെ രാജ്യം ഒരു ഹരിത സ്വർഗ്ഗ ഭൂമിയാവും. 6 മാസം കൊണ്ട് ഗവൺമെന്റ് മൂക്കും കുത്തി താഴെ വീഴും. വായും പൊടിച്ചിരുന്നാ മതി. അങ്ങാടി തോറ്റിന് അമ്മയുടെ കുതിരുന്നതിനാ അമ്മയൊന്നുണ്ടായിരുന്നേ. ഞങ്ങൾ ജയിച്ചത് ജനങ്ങൾക്ക് ഞങ്ങൾ വേണമെന്നുകൊണ്ടാ. പിന്നെ വലിയ കാര്യങ്ങളാണോ നിങ്ങൾ ചെയ്തു കൂട്ടിയത്? നിക്കാരഗ്വയെ ഒട്ടേറെ പുറത്താക്കി. ഉത്തര മുതലാളി അമേരിക്ക ഒരു പാവ ഗവൺമെന്റ് സൃഷ്ടിച്ചു. റുമേനിയയിൽ മറ്റൊരു സംഭവിച്ചത്. അയ്യേ, പ്രകാശ് എന്നുള്ള പേര് നല്ലതായിരുന്നില്ലേ? പക്ഷെ ഒരു രാഷ്ട്രീയ നേതാവിന് 3 അക്ഷരമുള്ള ഇംഗ്ലീഷ് പേര് രാശിയ. ഇപ്പോ MGR, NTR, PKD, EMS, AKG എല്ലാം 3 അക്ഷരമല്ലേ? ഞാൻ KRP 3 അക്ഷരം. പക്ഷെ മോനിത്ര വലിയ നേതാവൊക്കെ ആയിട്ടും ഏതാനന്ദൻ നിന്റെ ചേച്ചിയുടെ ഭർത്താവ് അല്ലാണ്ടാരാ? അതാണോ? അച്ഛാ, അളിയൻ ചേട്ടന്റെ കൂടെ കൂട്ടുകൂടി ഞങ്ങളുടെ പാർട്ടിക്കാരെ മുഴുവൻ തല്ലിച്ചതച്ചതാ. അച്ഛനറിയൂ, ഇപ്പൊ ഇവിടെ വന്നില്ലേ ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് പൊതുവാൾജി? അങ്ങയുടെ ഫ്രണ്ടിൽ തള്ളിയിരിക്കുന്നതിന്റെ പല്ലച്ഛൻ ശ്രദ്ധിച്ചോ? അത് വെപ്പാ, അളിയന്റെ പണിയാ. ഞാൻ അറിഞ്ഞുകൊണ്ട് അളിയന് വല്ല സഹായം ചെയ്താൽ അതെന്റെ പൊളിറ്റിക്കൽ കരിയറിനെ മുഴുവൻ ബാധിക്കും. അച്ഛൻ വേറെന്തോടെങ്കിലും പറഞ്ഞു? 6 മാസം കൊണ്ട് ഞങ്ങളുടെ മന്ത്രിസഭ വീഴുന്നും പറഞ്ഞ് ചൊറിയും കുത്തി ആളിരിക്കുന്നുണ്ടല്ലോ ഇവിടെ. മൂപ്പരോട് പറയാളിന്ന് രക്ഷിക്കാൻ. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ
പ്രവർത്തനം ഇപ്പൊ പഴയതുപോലെ ജയിലിൽ കിടക്കലും സ്വാതന്ത്ര്യം വാങ്ങലൊന്നും അല്ല. പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ അധികാരം കയ്യിലുള്ളതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അച്ഛനെ മനസ്സിലായില്ലേ? മറ്റൊന്നും അച്ഛനിപ്പോ ആലോചിക്കണ്ട. സഹായിച്ചൂടെ ലെഞ്ച് നമുക്ക് കലക്കണം. അച്ഛാ, അതോടെ KRP എന്നുള്ള പേര് നോർത്ത് ഇന്ത്യ വരെ ഫേമസ് ആവും. അവിടെയാ പിന്നെ അവര് പറയുന്നത് മുഴുവൻ വിശ്വസിച്ചു. എനിക്കെന്താ, ഫേമസ് ആവൂത്രേ. അവരെ എങ്ങനെങ്കിലും നിർബന്ധിച്ച് ജോലിക്ക് വിടാനല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നമ്മുടെ മക്കൾക്ക് എന്നെക്കാളും നിന്നെക്കാളും ബുദ്ധിയുണ്ട്. നമ്മളെ മനസ്സിൽ കാണുമ്പോ അവർ മരത്തിൽ കാണും. നിനക്കറിയാവോ, ട്രാക്ക് മാറി ഓടിയ തീവണ്ടിക്ക് സ്വന്തം കുപ്പായ ഊരി കത്തിച്ച് സിഗ്നൽ കൊടുത്തവനാ ഞാൻ. അന്നത്തെ റെയിൽവേ മിനിസ്റ്റർ സീതാരാമയ്യ ഇങ്ങോട്ടേക്ക് എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞെന്താ അറിയോ? അതിനിപ്പോ ഞാനെന്ത് വേണം? നീയൊന്നും വേണ്ട. അവര് പറഞ്ഞ ന്യായമുണ്ടെന്ന് ബുദ്ധിയുള്ള എനിക്ക് തോന്നി. ഞാനീ പോന്നു. പ്രഭാകരനോട് കല്യാണം കഴിക്കുന്ന കാര്യം പറഞ്ഞു നിങ്ങള്. ഇതാ നിങ്ങളുടെ കുഴപ്പം. സാഹിബിനെ കാണുമ്പോ കവാത്ത് മറക്കും. ലതികയുടെ കല്യാണത്തിന് മുമ്പ് അത് നടത്തിയില്ലെങ്കിൽ നാണക്കേടാ. തന്നെയല്ല, ഞാൻ നിങ്ങളെ പോലെ ചെറുപ്പമൊന്നുമല്ല. എനിക്ക് വയസ്സായി വരിക. സഹായത്തിന് ആരെങ്കിലും ഇല്ലാതെ എങ്ങനെയാ? ഭാനു, ലതികയുടെയും പ്രഭാകരന്റെയും പ്രകാശിന്റെയും എല്ലാവരുടെയും കല്യാണം ഞാൻ അതാത് സമയത്ത് വേണ്ട പോലെ നടത്തും. എന്താണ് വീട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്നു. എന്തിന്? ഞാൻ പെണ്ണിട്ടാണ്. പെണ്ണിട്ടാനോ? അയ്യേ, അതിനൊരു ബ്രൈറ്റ് പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഞാൻ കാണുന്നുണ്ട്. ഭാര്യയും കുടുംബമൊക്കെ അതിന് തടസ്സമാണ്. അച്ഛൻ ഒരേ പിടിപിടിക്കാണ്. കോട്ടപ്പള്ളി, പാർട്ടിക്കുന്ന ആവശ്യം കെട്ടുപാടുകളും മറ്റു ഉത്തരവാദിത്തങ്ങളും ഇല്ലാത്ത ഒരു നേതൃനിരയാണ്. പ്രകൃതി നിയമങ്ങൾക്ക് കുറച്ചൊക്കെ നമ്മൾ വഴങ്ങേണ്ടതല്ലേ? വഴങ്ങരുത്. ലൗകികമായ തൃഷ്ണകളെ നമ്മൾ അതിജീവിക്കണം. മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെ കുടുംബം എന്ന എസ്റ്റാബ്ലിഷ്മെന്റിലല്ലേ? വിഡ്ഢിത്തം. എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കും എതിരെയാണ് നമ്മുടെ യുദ്ധം. ഭാര്യ ഉണ്ടാവുക, കുഞ്ഞുണ്ടാവുക, അതൊക്കെ നമ്മുടെ മനസ്സിൽ സ്നേഹത്തിന്റെ വിത്ത് മുളപ്പിക്കുമെന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്. അത് വരട്ടു തത്വവാദമാണ്.
സഹജീവികളെ, തൊഴിലാളി വർഗത്തെ സ്നേഹിക്കാൻ ശീലിക്കുക. തുറന്നു പറയാം, അടിസ്ഥാനപരമായി നമ്മുടെ പാർട്ടിക്ക് കല്യാണം ഇഷ്ടമല്ല. അപ്പൊ സാറ് കല്യാണം കഴിച്ചതോ? അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. എന്നാ പിന്നെ ഇപ്പൊ ഭാര്യ ഉപേക്ഷിക്കരുതോ? തന്റെ കാര്യമാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ദൈവമില്ല, അമ്പലമില്ല എന്നൊക്കെ വിളിച്ചു പോകും. എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പോയിച്ച് ദൈവത്തെ തൊഴാൻ പോകും. ആര്? സാറ് തന്നെ. തൃച്ചമ്പടി അമ്പലത്തിൽ എന്നും കാലത്ത് സാറ് തൊഴാൻ പോകുന്നത് ഞാൻ കാണാറുണ്ട്. താനിതെങ്ങനെ കണ്ടു? ഞാനൊരു രഹസ്യമായിട്ട് തൊഴാൻ പോകാറുണ്ട്. എന്നാലേ ഇത് തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. താൻ വേണേ കല്യാണം കഴിച്ചോളാം. പക്ഷെ ഒരു കാര്യത്തെ തനിക്ക് നിർബന്ധം വേണം. എന്ത്? നമ്മുടെ പാർട്ടി നയങ്ങളെയും ആദർശങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു പെൺകുട്ടിയെ വേണം കല്യാണം കഴിക്കാൻ. അത് 100% ഞാൻ ഉറപ്പ് വരുന്നു. എന്നാ ഉള്ളത്? താങ്ക് യു. ശരിക്കും നോക്കിക്കോളൂ. അപ്പൊ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, പാർട്ടി